ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില നാളുകളായിട്ട് പഴയ കുന്നക്കുരുടി എന്ന നവമാധ്യമ കൂട്ടായ്മയിലൂടെ ക്രിസ്തീയ വേദോപദേശങ്ങളുടെ വിവിധ ശാഖകളെക്കുറിച്ച് ക്രമാനുഗതമായൊരു പഠനത്തിൽ ഏർപ്പെട്ടു വരികയായിരുന്നല്ലോ നാം. ആ പഠനത്തിൻ്റെ ഭാഗമായി മനുഷ്യതത്വശാസ്ത്രം എന്ന വിഷയത്തെ അധികരിച്ച് ചില ക്ലാസ്സുകൾ എടുക്കുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിച്ച് തയ്യാറായിരിക്കുന്നത്. നാം പഠിക്കുന്ന ഈ പ്രത്യേക ഉപദേശ ശാഖ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടായ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. മനുഷ്യനെക്കുറിച്ചുള്ള അനേക പഠനങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെങ്കിലും മനുഷ്യനെക്കുറിച്ചുള്ള വളരെ കൃത്യവും വ്യക്തവുമായ അറിവുകൾ നൽകുന്നത് ദൈവം മനുഷ്യവർഗത്തിൽ നൽകിയിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തുകളിൽ മാത്രമാണ്. ആധികാരികവും സമ്പൂർണവും കൃത്യവുമായ ആ അറിവിൽ നിന്നുകൊണ്ട് ഈ ഉപദേശ വിഷയത്തെ പഠിക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നരവംശാസ്ത്രം അഥവാ മനുഷ്യതത്വശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യനെക്കുറിച്ചുള്ളൊരു പഠനമാണ്. മനുഷ്യനെക്കുറിച്ചുള്ള പഠനം എല്ലാ തലത്തിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. മനുഷ്യനെക്കുറിച്ചുള്ള ശരിയായ അറിവ് ശരിയായ ജീവിത വീക്ഷണത്തിലേക്കും ശരിയായ ജീവിത രീതിയിലേക്കും ഒരു വ്യക്തിയെ നയിക്കുവാൻ ഇടയാക്കി തീർക്കുന്നതാണ്. മനുഷ്യനെക്കുറിച്ചുള്ള ശരിയായ അറിവ് അർത്ഥപൂർണവും ഫലപൂർണവുമായ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നയിക്കുന്ന ജീവിതം നയിക്കുവാനായിട്ട് ഓരോരുത്തരെയും ഇടയാക്കി തീർക്കും. വിവിധ കാരണങ്ങളാൽ മനുഷ്യനെക്കുറിച്ചുള്ള പഠനം പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒന്നാമതായി, മറ്റു വേദപുസ്തക ഉപദേശ വിഷയങ്ങളുമായി മനുഷ്യതത്വശാസ്ത്രത്തിനുള്ള ബന്ധം. മനുഷ്യനെ കൂടാതെ ഒരു ഉപദേശങ്ങളും നിലനിൽക്കുന്നതല്ലല്ലോ. മനുഷ്യൻ ദൈവത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായ സൃഷ്ടിയാണെന്നാണല്ലോ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അതിനാൽ വേദപുസ്തകത്തിൻ്റെ ആവശ്യകത തന്നെ സൃഷ്ടിയായ മനുഷ്യനോട് സൃഷ്ടികർത്താവ് താൻ ആരാണെന്നും എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും എന്താണ് മനുഷ്യൻ്റെ പരാജയ കാരണമെന്നും മനുഷ്യൻ്റെ ആ പരാജയത്തിൽ നിന്നും മനുഷ്യനെ എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതെന്നും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ജീവിതത്തിൻ്റെ അത്യുന്നതമായ തലങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് എന്നൊക്കെ വെളിപ്പെടുത്തുന്നതും മനുഷ്യൻ്റെ ഭാവിയും മനുഷ്യൻ്റെ വർത്തമാനകാലവും എല്ലാം വെളിപ്പെടുത്തുന്ന സമീകൃതമായിരിക്കുന്ന സമ്പൂർണമായിരിക്കുന്ന അർത്ഥപൂർണവും കൃത്യതയാർന്നതുമായ ആധികാരികമായ അറിവാണല്ലോ വിശുദ്ധ തിരുവെഴുത്ത്. അതിൽ നിന്നും മനുഷ്യനെ മാറ്റി നിർത്തി മറ്റുപദേശങ്ങളെ പഠിക്കുന്നത് അർത്ഥപൂർണമാവുകയില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ചുള്ള പഠനം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നു. ദൈവിക തിരുവെഴുത്തിൻ്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവും എന്നുള്ളതാണല്ലോ. അപ്പോൾ ആ നിലയിൽ മനുഷ്യനെക്കുറിച്ചുള്ള വളരെ കൃത്യവും വ്യക്തവുമായ ഉപദേശങ്ങൾ പഠിക്കുന്ന ഉപദേശ ശാഖയാണ് മനുഷ്യ തത്വശാസ്ത്രം അഥവാ നരവംശാസ്ത്രം. അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ചുള്ള പഠനം മറ്റ് എല്ലാ ഉപദേശ ശാഖകളുമായിട്ട് വളരെയധികം അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ പഠനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മനുഷ്യനെക്കുറിച്ചുള്ള പഠനം മൂലം മനുഷ്യൻ്റെ സൃഷ്ടിതാവിനെ അതുപോലെ തന്നെ സൃഷ്ടിയെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആണെന്ന് വിശുദ്ധ വേദപുസ്തകമായ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ പ്രകൃതിയെ അഥവാ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ സൂചന ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യപ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നതിൽ നിന്നും ലഭിക്കുന്നു. ആയതിനാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ നിഴലും സാദൃശ്യവുമായിരിക്കാൻ സ്വരൂപവും സാദൃശ്യവുമായിരിക്കാൻ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് മനുഷ്യനെക്കുറിച്ചുള്ള പഠനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് നാം തിരുവെഴുത്തിൽ കാണുന്നു. മനുഷ്യനെക്കുറിച്ചുള്ള ശരിയായൊരു പഠനം മനുഷ്യാവതാരമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമ്മെ ധാരാളം സഹായിക്കുന്നതാണ്.
മാത്രമല്ല മറ്റെല്ലാ ഉപദേശ വിഷയങ്ങളെയും കുറിച്ചുള്ള പഠനത്തിൽ ശരിയായ കാഴ്ചപ്പാട് ലഭിക്കണമെങ്കിൽ വചനം വെളിപ്പെടുത്തുന്ന മനുഷ്യനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട്, ഉപദേശം നാം മനസ്സിലാക്കേണ്ടതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ മറ്റൊരു വിഷയത്തിനും പ്രസക്തി ഉണ്ടാകയില്ലായിരുന്നു. രക്ഷയുടെയോ വെളിപ്പാടിൻ്റെയോ മനുഷ്യാവതാരത്തിൻ്റെയോ സഭയുടെയോ ഭാവികാല ശാസ്ത്രത്തിൻ്റെയോ ഒന്നും. ആയതിനാൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ മാത്രമാണ് മറ്റെല്ലാ ഉപദേശങ്ങളും ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും പഠിക്കേണ്ടതും. മനുഷ്യനില്ലെങ്കിൽ മറ്റൊരു ഉപദേശത്തിൻ്റെയും ആവശ്യം ഇല്ലല്ലോ. മനുഷ്യനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത ഇവിടെ മനുഷ്യൻ തന്നെക്കുറിച്ച് തന്നെ പഠിക്കുന്ന പഠനശാഖയാണ് മനുഷ്യ തത്വശാസ്ത്രം. മനുഷ്യനെക്കുറിച്ചുള്ള ഉപദേശത്തിൻ്റെ പഠനം പ്രാധാന്യമേറിയതായതിൻ്റെ രണ്ടാമത്തെ കാരണം മനുഷ്യൻ്റെ തന്നെക്കുറിച്ചുള്ള സന്ദേഹങ്ങളും ചിന്തകളും വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകളും സമ്മേളിക്കുന്നത് ഈ പഠനശാഖയിൽ മാത്രമാണ്. ഇവിടെ ദൈവശാസ്ത്രം നിലനിൽക്കുന്നുവെന്ന് ആരും സമ്മതിക്കുന്ന മനുഷ്യനെക്കുറിച്ചും അല്ലെങ്കിൽ ജീവിക്കുന്നുവെന്ന് ആരും സമ്മതിക്കുന്ന മനുഷ്യനെക്കുറിച്ചും അവൻ്റെ തുടക്കം, നിലവിലെ അവസ്ഥ, ഭാവി എന്നിവയെക്കുറിച്ചും പഠിപ്പിക്കുന്നു. ദൈവത്തെയും ദൈവിക തിരുവെഴുത്തുകളെയും വേദോപദേശങ്ങളെയും തള്ളിക്കളയുന്ന മനുഷ്യന്, ദൈവമില്ല എന്ന് വാദിക്കുന്ന മനുഷ്യന് തൻ്റെ അസ്തിത്വവും നിലനിൽപ്പും തള്ളിക്കളയുവാൻ പറ്റുകയില്ലല്ലോ. മാത്രമല്ല ആധുനിക ലോകം മനുഷ്യനും മാനവികതയുമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നു. താൻ എന്ത് ചെയ്യണമെന്നും ചെയ്യരുതെന്നും പഠിപ്പിക്കുന്ന ദൈവത്തെ നിരസിക്കുന്ന ആധുനിക മനസ്സ് മാനവികതയിലൂന്നിയ മനുഷ്യനെ ഉന്നതനായി ചിത്രീകരിക്കുമ്പോൾ വചനം എന്തു പറയുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനം ശരിയായ ഉൾക്കാഴ്ച നൽകി നമ്മെ നാം ആരാണെന്ന് പഠിപ്പിക്കുന്നു ഈ വിജ്ഞാന ശാഖയിലൂടെ. എല്ലാ ഭൗതികമായ വിജ്ഞാന ശാഖകളും വലിയ അളവിൽ പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യനാണ്. ആയതിനാൽ ഈ പഠനം വളരെ പ്രാധാന്യമേറിയതാണ്. ചന്ദ്രനിലേക്കും അതുപോലെ തന്നെ ചൊവ്വയിലേക്കും ഒക്കെയുള്ള പരിവേഷണ ദൗത്യങ്ങൾ മനുഷ്യനെ അവിടെ ജീവിക്കാൻ പ്രാപ്തനാക്കാൻ പറ്റിയതാണോ എന്നുള്ള പഠനത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്രം മനുഷ്യന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ചികിത്സാ മാർഗങ്ങളും അവലംബിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുപോലെ തന്നെ വിവരസാങ്കേതിക വിദ്യയും ആശയവിനിമയ മാർഗങ്ങളും അതിദ്രുതം വളർന്നുകൊണ്ടും ഉയർന്നുകൊണ്ടും ഇരിക്കുന്നൊരു കാലഘട്ടം. അതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്കും മനുഷ്യൻ്റെ വളർച്ചയ്ക്കും മനുഷ്യവർഗത്തിൻ്റെ ഉന്നമനത്തിനും വേണ്ടിയുള്ളതാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതെല്ലാം മനുഷ്യന് പ്രാധാന്യം നൽകുന്നതാണ്. ആ നിലയിൽ ഇത്രമാത്രം പ്രാധാന്യമുള്ള മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെക്കുറിച്ച് എന്ത് വെളിപ്പെടുത്തുന്നു എന്ന് പഠിക്കുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നാലാമതായി, ഇന്നിൻ്റെ തലമുറയിലെ മനുഷ്യൻ അനുഭവിക്കുന്ന വ്യക്തിത്വത്തെക്കുറിച്ചും ആളത്വത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ അറിവില്ലായ്മ നീക്കുവാൻ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ശരിയായ പഠനം വളരെ സഹായകരമാണ്. മനുഷ്യൻ ആരാണ് എന്ന അറിവിനേക്കാൾ ഞാൻ ആരാണ്, എൻ്റെ വ്യക്തിത്വം എന്താണ്, എൻ്റെ ലിംഗപരമായ വ്യക്തിത്വം എന്താണ്, എന്തിനാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തുടങ്ങിയവയെക്കുറിച്ചുള്ള ആശങ്കകളുമായി ജീവിക്കുന്ന ഇന്നിൻ്റെ തലമുറയ്ക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകി ലക്ഷ്യബോധത്തിലേക്കും ഉദ്ദേശപൂർത്തീകരണത്തിലേക്കും നയിക്കുവാൻ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്ന മനുഷ്യതത്വശാസ്ത്രത്തിന് കഴിയൂ എന്നതിനാൽ ഈ പഠനം വളരെ വിലപ്പെട്ടതാണ്. ആത്യന്തികമായ ചോദ്യം മനുഷ്യൻ എവിടെ നിന്നും വന്നു, എങ്ങനെ ഉണ്ടായി, എന്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു, എന്താണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, എവിടെയാണ് പരിഹാരം, ആരാണ് മനുഷ്യൻ, ഇവയ്ക്കൊക്കെ ഉത്തരം നൽകുന്ന ഏക വേദ പുസ്തക ഉപദേശ ശാഖയാണ് മനുഷ്യതത്വശാസ്ത്രം അഥവാ നരവംശാസ്ത്രം. വേദപുസ്തകത്തിന് മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകി മനുഷ്യൻ ആരാണ്, എവിടെ നിന്നും വന്നു, എന്തിനായി സൃഷ്ടിക്കപ്പെട്ടു, എന്താണ് മനുഷ്യൻ്റെ തകർച്ചയുടെ കാരണം, എവിടെയാണ് വിടുതൽ, എങ്ങനെയാണ് വിടുതൽ എന്നീ ചോദ്യങ്ങൾക്ക് വ്യക്തത നൽകി മനുഷ്യന് അസ്തിത്വവും ആളത്വവും നൽകി അർത്ഥപൂർണമായ ജീവിത വഴി കാണിച്ചു കൊടുക്കാനാവും. ആയതിനാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മനുഷ്യനെക്കുറിച്ചുള്ള പഠനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. വചനം പറയുന്നു, മനുഷ്യൻ ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവവുമായി കൂട്ടായ്മയും സ്നേഹവും ആചരിക്കുവാനായി സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന്. മനുഷ്യൻ്റെ തുടക്കവും തുടർച്ചയും ഭാവിയും ദൈവത്തിൻ്റെ ഹിതത്തിലാണ്. ദൈവം തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് സൃഷ്ടിച്ചതാണ് മനുഷ്യനെ. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ മകുടമായ ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ള മനുഷ്യനെ. അഞ്ചാമതായി, മനുഷ്യത്വശാസ്ത്രം അഥവാ നരവംശാസ്ത്രത്തെക്കുറിച്ചുള്ള പഠനം പ്രാധാന്യം അർഹിക്കുന്നതിൻ്റെ കാരണം ഇത് നമ്മുടെ ശുശ്രൂഷയെ, സേവനത്തെ സാരമായി ബാധിക്കുന്നതാണ്. മനുഷ്യനെക്കുറിച്ചുള്ള, അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്
നാം അവരോട് എങ്ങനെ ഇടപെടണമെന്നതിനെ സാരമായി സ്വാധീനിക്കുന്നു. നിത്യതയുള്ള ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് നിത്യതയില്ലാത്ത മൃഗത്തോടെന്ന പോലെയോ ഭൗതിക വസ്തുവിനോടെന്ന പോലെയോ ഇടപെടുവാൻ സാധിക്കുകയില്ല. മനുഷ്യനെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഏക സൃഷ്ടിയും യാതൊരു വിധത്തിലുള്ള സാധ്യതയാലും പരിണമിച്ചുണ്ടാകാത്തതും ദൈവത്തിൻ്റെ കൃത്യതയാർന്നതും വ്യക്തമായതുമായ സൃഷ്ടിപ്പിൻ പ്രവൃത്തിയാൽ ഉളവാക്കപ്പെട്ടവനും ആകുന്നു. അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിന് ഒരു വ്യക്തമായ കാരണവും ഉണ്ട്. അവൻ സൃഷ്ടിതാവിനോട് ബന്ധപ്പെട്ട് ജീവിച്ച് സൃഷ്ടിതാവിൻ്റെ സന്തോഷത്തിൻ്റെ കാരണമായി സൃഷ്ടിതാവിൻ്റെ ഉദ്ദേശ നിവൃത്തിക്കായി നിലനിന്ന് സൃഷ്ടിതാവിനോടുള്ള സ്നേഹക്കൂട്ടായ്മയിൽ തുടരുവാൻ വ്യക്തമായ ഉദ്ദേശത്തോടെ മനസ്സോടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സൃഷ്ടാവിൽ നിന്നും വേർപെട്ട് നിലനിൽക്കുവാൻ സാധിക്കാതെ വണ്ണം ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവനുമാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന മനുഷ്യൻ. രണ്ടാമതായി, ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് മനുഷ്യൻ എന്ന ആളത്വത്തിൻ്റെ സാരാംശം. ദൈവസ്വരൂപവും സാദൃശ്യവും മാറ്റി നിർത്തി മനുഷ്യൻ ഇല്ല. ഇതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നതും മൃഗത്തിൽ നിന്നും വ്യത്യസ്തനാക്കി സൃഷ്ടിയുടെ മകുടമാക്കി മാറ്റുന്നതും. മൂന്നാമതായി, മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കി ദൈവത്തോട് വ്യക്തിപരമായി ഒരു സൃഷ്ടാവിനോടെന്ന നിലയിൽ ബന്ധപ്പെടുവാനും വിധേയപ്പെട്ട് ജീവിക്കുവാനും പ്രാപ്തനാക്കുന്നത് ഇതിനാലാണ്. സൃഷ്ടാവിനെ വ്യക്തിപരമായി അറിയുവാനും സൃഷ്ടാവുമായി ബന്ധം പുലർത്തി അനുസരിച്ച് ആരാധിച്ച് സഹവസിക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് മനുഷ്യനുള്ള ദൈവ സ്വരൂപമാണ്. ഇതാണ് മനുഷ്യനെ സൃഷ്ടിതാവിൻ്റെ ഉദ്ദേശം നിർവഹിക്കുവാൻ പൂർണ്ണമായി പ്രാപ്തനാക്കുന്ന, അവനെ മനുഷ്യനാക്കുന്ന ഏക ഘടകം. മനുഷ്യനെ വെളിപ്പെടുത്തുന്ന തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് നിത്യതയോടുകൂടിയ കൃത്യമായ ആരംഭമുള്ള നിത്യനായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യനെന്നാണ്. ആയതിനാൽ കേവലം ഭൗതികമായതും ക്ഷണികമായതുമായ നിലവാരത്തിൽ നിന്ന് തീർത്തും ഉന്നതനാണ് ദൈവസൃഷ്ടിയായ മനുഷ്യൻ. മാത്രവുമല്ല, ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയിലെ മറ്റ് ജീവജാലങ്ങളുമായും വസ്തുക്കളുമായും ചേർന്ന് ജീവിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഭൗതികമായതും ആത്മീകമായതുമായ സാമൂഹിക ബന്ധങ്ങളിൽ ഇഴചേർക്കപ്പെട്ട സൃഷ്ടിയോട് ചേർന്ന് ജീവിക്കുവാൻ ഒരുക്കപ്പെട്ടവൻ കൂടിയാണ് മനുഷ്യൻ. ശരീരാത്മദേഹിയോട് കൂടിയ ആത്മീക തലമുള്ള ഭൗതിക മണ്ഡലവുമായി ബന്ധപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ സ്വന്തം സുഖങ്ങളാണ് മുഖ്യമെന്ന് കരുതി തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തുവാൻ മനുഷ്യന് ഒരിക്കലും സാധിക്കുകയില്ല. അവൻ്റെ വിലയും മൂല്യവും ആനന്ദവും സന്തോഷവും നിത്യതയും അവൻ്റെ സൃഷ്ടിതാവിനോട് ബന്ധപ്പെട്ടാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നതും നിലനിൽക്കുന്നതുമെന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. ആ പൂർത്തീകരണത്തിൽ മനുഷ്യൻ എത്തുന്നത് ആ സൃഷ്ടികർത്താവിനെ സ്നേഹത്തിൽ സേവിച്ചാരാധിക്കുമ്പോൾ മാത്രമാണ്. ആരാണ് മനുഷ്യൻ? ആ വളരെ പ്രധാനപ്പെട്ട ശരിയായ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ തിരുവെഴുത്തായ ബൈബിൾ മാത്രമാണ്. സങ്കീർത്തനം 8:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവൻ്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു. ഈ വായിച്ചു കേട്ടതായ വേദഭാഗത്ത് മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എത്ര ഉന്നതനാണ്, എത്ര ഉന്നതമായ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ആ ഉദ്ദേശത്തിൻ്റെ നിവൃത്തിയിൽ മനുഷ്യൻ നിൽക്കേണ്ട നിലവാരം എന്താണ് എന്നൊക്കെ ആ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപരമായ, ലക്ഷ്യപരമായ, ഉദ്ദേശപരമായ ദൈവിക കാര്യപരിപാടിയിലെ സ്ഥാനവും, മനുഷ്യൻ ആരാണ്, എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, അവൻ്റെ വില എന്തു വലിയതാണ്, അവനും ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ശ്രേഷ്ഠത എത്ര ശ്രേഷ്ഠമാണ്, അവൻ്റെ നിത്യത എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നീ വിഷയങ്ങളൊക്കെ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കേട്ട വചനഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ മഹത്വം തിരിച്ചറിഞ്ഞ്, ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം തിരിച്ചറിഞ്ഞ്, അതുപോലെ തന്നെ ഏത് ഉദ്ദേശത്തിനായിട്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ ഉദ്ദേശത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന രീതിയിൽ ഈ പഠനത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ആരാണെന്ന തിരിച്ചറിവില്ലാതെ, വ്യക്തിത്വത്തെക്കുറിച്ച് വ്യക്തമായ തിരിച്ചറിവില്ലാതെ, ആളത്വത്തിൻ്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എങ്കിൽ, എന്നെ കേൾക്കുന്നതെങ്കിൽ, വിശുദ്ധ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് നാം ആരാണെന്നും എന്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടെന്നും ഏത് ഉദ്ദേശത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ടെന്നും ഏത് നിലവാരത്തിലാണ് മനുഷ്യനായിരിക്കേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്നും വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നതിനാൽ തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന
മനുഷ്യനെക്കുറിച്ചുള്ള അറിവിലേക്ക് കടന്നു വന്ന് സൃഷ്ടാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവാത്മാവൻ്റെ പ്രിയ കേൾവിക്കാരെ സഹായിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Greetings to all of you. In the series of the study of the different doctrines of Christian theology, I would like to introduce the doctrine of man in this series of studies. In a sense, every doctrine is the most important doctrine when it is the one under discussion. So the doctrine of man is under discussion here because it is important to all of us. There are several reasons why the doctrine of man is especially important. Number one, the doctrine of man is important because of its relationship to the major Christian doctrines. Man is the highest of God's earthly creatures. Thus, the study of man brings to completion of our understanding of God's work and, in a sense, of God Himself, since we do learn something about the Creator by seeing what He has created, and we learn more about God from man than from any other creatures. For only man is said in the Bible to have been made by God in His own image and likeness. Genesis chapter 1 verse 26 and 27. There we read like this. Then God said, "Let us make man in our image according to our likeness, and let them rule over the fish of the sea, and over the birds of the sky, and over the cattle, and over all the earth, and over every creeping thing that creeps on the earth." God created man in His own image, and in the image of God He created him. Male and female He created them. Thus, a direct clue to the nature of God ought to emerge from a study of man. To the extent that the copy resembles the original, we will understand God more completely as a result of our study of the highest creature. The doctrine of man sheds great light also upon our understanding of the person of Christ, since the Bible teaches that the second person of the Trinity took on human nature. That fact means that to understand the nature of Christ, it is necessary to understand the nature of humanity. While study of biblical teaching about man will give us an understanding of the human nature of Jesus, study of the human nature of Jesus will give us a more complete understanding of what man was really intended to be. Further, the doctrine of man is in many ways the gate to the study of yet another doctrines with which the connection is not so obvious. Number one, if God had not created man, there would presumably have been no incarnation and no atonement. There would have been no one to regenerate and justify, and hence no need for regeneration and justification. There most certainly would have been no individual believer to constitute the church. This means that extraordinary care must be taken to formulate correctly our understanding of man. The conclusion reached here will affect, if not determine, our conclusion in other areas of doctrine. The doctrine of man has an unusual status. Here is a case where the student of theology is the object of it as well. The person doing theology or studying it is himself a human being. Consequently, the theologian is here the object of the study, not as a theologian but as a human. This sets anthropology apart from doctrines like theology proper and Christology. Second, the doctrine of man is important because it is a point where the biblical revelation and human concerns converge. Theology is here treating an object that everyone admits exists. Some people may not have any certainty as to whether there is a God or whether there really was such a person as Jesus of Nazareth, or whether the miracles attributed to him actually occurred. It is even possible, although not likely, that they have some question about the reality of other selves, but they have little or no question about their own reality.
Thirdly, the doctrine of man is particularly significant in our day because of the large amount of attention given to man by various intellectual disciplines. The number of disciplines that make human nature or human behavior the primary object of their attention continues to grow at a rapid pace. The doctrine of man is important because of the present crisis in man's self-understanding. Not only is there a great interest in the question what is man, there is also great confusion regarding the answer, for various recent events and developments cast doubt on many of the answers which have been given to the question. One development is the struggle of young people to discover who they are. The quest for identity is part of normal process of maturation, of moving away from being defined in terms of conceptions and value of one's parents to forming one's own outlook on life and one's own values and goals. Who am I? What is life? Where is the world going? These are questions which mark the crisis faced by many young people and some older ones as well. The ultimate question, however, is where did the human race come from? That is the quintessential historical question. Bible answers that question and thus gives us a sure sense of identity. We are creatures of God, made in His image and likeness, and for fellowship with Him. The entire human race owes its beginning and its continued existence to the will and work of God, who created because of love. Fifthly, the doctrine of man is important because it affects how we minister. Our conception of human beings and their destiny will greatly affect how we deal with them and what we seek to do for them. The biblical view of man is that man is a creature of God, made in the image of God. This means, first, that man is to be understood as having originated not through a chance or through a process of evolution, but through a conscious, purposeful act by God. Thus, there is a reason for man's existence, a reason which lies in the intention of the Supreme Being. Secondly, the image of God is intrinsic to man. Man would not be human without the image of God. Let it be said for the moment, however, that whatever it is that sets man apart from the rest of the creation, he alone is capable of having a conscious, personal relationship with the Creator and of responding to Him. Man can know God and understand what the Creator desires of him. Man can love, worship, and obey his Maker. In these responses, man is most completely fulfilling his Master's intention for him, and thus being most fully human, since humanity is defined in terms of the image of God. Man also has an eternal dimension. He had a finite point of beginning in time, but he was created by an eternal God and has an eternal future. Thus, when we ask what is the good for man, we must not answer only in terms of temporal welfare or physical comfort. There is another dimension to man which must be fulfilled. Consequently, no favor is done to man if he is sheltered from thinking about the issue of eternal destiny. Yet man, to be sure, as a part of the physical creation and the animal kingdom, has the same needs as do the other members of these groups. Our physical welfare is important, it is of concern to God, and should therefore be of concern to us as well. Man is also a unified being. The pain or hunger can affect his ability to focus upon his spiritual life, and he is a social being placed within society to function in relationships. Man cannot discover his real meaning by regarding himself and his happiness as the highest of all values, nor can he find happiness, fulfillment, or satisfaction by going out in search of it. His value has been conferred upon him by a higher source, and he is fulfilled only when serving and loving that higher being. It is then that satisfaction comes as a byproduct of commitment to God. The psalmist says, "What is man that you are mindful of him, and the Son of Man that you do care for him? Yet you have made him little lower than the
lower than God, and do crown him with glory and honor. You have given him dominion over the works of thy hands. You have put all things under his feet. What is man? Yes, that is a most important question, and it is a question to which the biblical revelation gives the best of all the answers in human history.